അപ്പോൾ ഇതുപോലുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫിഷസ് ഉള്ളൊരു അക്വേറിയമാണിത്. അപ്പം എല്ലാവർക്കും നമസ്കാരം. അക്വേറിയം ഫാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അക്വേറിയത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലുള്ളൊരു സെറ്റപ്പാണ്. അതായത് ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അവിടെ ഐ ലവ് യു ബാംഗ്ലൂർ, ഐ ലവ് യു KSR ബാംഗ്ലൂർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വാട്ടർഫാൾസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു പോണ്ടുണ്ട്. ആ പോണ്ടിൽ നിറച്ച് ഫിഷാണ്. അതിൽ മുഴുവനും കൂടുതലായിട്ടുള്ളത് നമ്മുടെ കോയി ഫിഷാണ്, കോയിക്കാർപ്പ്. അപ്പോൾ അതിൽ ആ പോണ്ടിൽ 2 പേര് ഇരിക്കുന്നതായിട്ടാണ്, 2 അല്ല 3 പേര്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിന് ചുറ്റിനുമായിട്ട് ഇങ്ങനെ ഒരു പോണ്ട് പോലെ ഉണ്ടാക്കി നല്ല രീതിയിൽ ഉണ്ടോ വാട്ടറൊക്കെ ഇങ്ങനെ നമ്മൾ സെറ്റപ്പായിട്ട് ചെയ്തിരിക്കുന്നൊരു അക്വേറിയം ഇതാണ്. അപ്പോൾ ഇത് എൻട്രൻസിലുള്ളൊരു വ്യൂ ആണ്. അപ്പം അവിടെ ഒരാണും ഒരു പെണ്ണും ഒരു കുട്ടിയും കൊണ്ടിരിക്കുന്നൊരു ഇതുണ്ട്. യാത്രക്കാരായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി കാണാൻ വേണ്ടിയിട്ട് കുറേ മറൈൻ അക്വേറിയം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 25 രൂപ പാസ്സാണ്. 25 രൂപ പാസ് എടുത്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് 25 രൂപയ്ക്കൊക്കെ മുതലാവുന്ന ഒരു കാഴ്ചകൾ അതിനകത്തുണ്ട്. അതിനകത്ത് ഒരുപാട് കോയി ഫിഷ് ഇങ്ങനെ കിടപ്പുണ്ട്, ഒരുപാട് വലുതും ചെറുതായിട്ട്. എനിക്കൊന്ന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് മൊത്തം കൂടി അടുത്തോട്ട് വരുള്ളൂ. ഉള്ളിലേക്ക് കുറേ സ്ഥലമുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് കുറേ ഫിഷ് നിൽപ്പുണ്ട്. കേട്ടോ, അത് ഇങ്ങോട്ട് വരുന്നില്ല. ഞാനിങ്ങനെ മാക്സിമം നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാം ഞാൻ അതിനകത്ത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 25 രൂപയാണ് ടിക്കറ്റ്. കയറി അകത്ത് കയറി കാണാം. അപ്പോൾ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട്, അപ്പോൾ കാണാം. പിന്നെ 2 വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. കാര്യം ഒരുപാട് ലെങ്ത് ഉണ്ട്, കുറേ കവർ ചെയ്യാനുണ്ട്. എന്നിട്ട് മാക്സിമം ഞാൻ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോയി ഫിഷ് നല്ല സെറ്റായിട്ട് കോയി കിടപ്പുണ്ട്. ചെറുതും വലുതായിട്ട് ഒരുപാട് വലിയ ഫിഷുകാരൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ആദ്യം നമുക്കിത് കാണാം. നമുക്കിതിനകത്ത് ടച്ച് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാമായിരുന്നു. അടുത്ത് പോയി കാണാൻ സമ്മതിക്കും, പക്ഷേ ടച്ച് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ്. എന്നാലും നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് വീഡിയോ. നല്ല സൈസായിട്ടുള്ള കോയി ഫിഷ് കിടപ്പുണ്ട്. ചെറിയ ഫിഷുകൾ ഒരുപാടുണ്ട്. വാട്ടർഫാളാണ് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനിപ്പോൾ വേറെ ആരെങ്കിലും വ്യക്തികളുടെ മുഖമാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, യാത്രക്കാരായിട്ട് തോന്നി അതിൻ്റെ എടുത്തു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 ചെറിയ അക്വേറിയത്തിൽ കുറച്ച് ഫിഷ് അല്ലാതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ഫിഷാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അതിൻ്റെ അവിടെ കണ്ടില്ല. അതുകൊണ്ട് അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ആളുകൾക്ക്, ഇന്നിപ്പോൾ ആർക്കെങ്കിലും കാണുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കണ്ടില്ല. അല്ലാതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉൾപ്പെടുത്തായിരുന്നു, പക്ഷേ അതങ്ങനെയൊന്നും കണ്ടില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ സൈഡ് വ്യൂ കൂടെ മാക്സിമം എടുക്കാൻ പറ്റുന്നതെല്ലാം നോക്കി. സൈഡ് വ്യൂ എടുക്കുമ്പോൾ കുറച്ചും കൂടി കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ആ ഗ്ലാസ് എൻ്റെ വെയിലടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, തെളിച്ചക്കുറവുണ്ട്. പായൽ കയറിയതാണോ 4 കയറെല്ലാം തട്ടിയിട്ട് ഉണ്ടോ. നല്ല ഭംഗിയല്ലേ, സെറ്റപ്പായിട്ട് കിടക്കുന്നില്ലേ. അപ്പം ഇത് നമ്മുടെ തുടക്കം മാത്രമാണ്. മുന്നിലേക്ക് കൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള അക്വേറിയങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് വീഡിയോ ഇടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഫിഷ് എൻ്റെ വീഡിയോസ് തന്നെ മാക്സിമം ഇടാവുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ഫിഷൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ ഇടാം. അപ്പോൾ അല്ലാതുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഫിഷിൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ. എങ്ങനെയുണ്ട് ഫിഷൊക്കെ? എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? എല്ലാം നല്ല ആക്റ്റീവാണ്, അതാണ്. പിന്നെ പൊതുവേ കോയി ഫിഷ് ഇങ്ങനെ തന്നെയാണ്, ആക്റ്റീവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ എൻട്രൻസിലേക്കുള്ള കാര്യങ്ങൾ. എൻട്രൻസ് കയറുന്ന എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ഞണ്ട്, ആമ, കൊഞ്ച്, അങ്ങനെ നീരാളി, അങ്ങനെയുള്ള സെറ്റപ്പിൻ്റെയൊക്കെ ഒരു വീഡിയോ അല്ല, ഒരു മോഡൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു കടൽ കുതിരയുടെ ഒരു സെറ്റപ്പും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. കാണാം ഇപ്പോൾ. ഇതാണ് ഒരു കടൽ കുതിര, അതിൻ്റെ സെറ്റപ്പ്. അത് കുറച്ച് വലിയ രീതിയിലാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൈഡ്, നമ്മൾ എൻട്രൻസിലെ ഒരു സൈഡിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്.
ഫസ്റ്റ് തന്നെ സൈഡിൽ ചെയ്തിരിക്കുന്നത് മറൈൻ അക്വേറിയമാണ്. മറൈൻ ഫിഷാണ് കൂടുതലും ആ സൈഡിൽ മാത്രം ചെയ്തിരിക്കുന്നത്. ഈ ബ്ലൂ കളറിലൊക്കെയുള്ള നമ്മൾ കടലിലൊക്കെ ഉള്ള അക്വേറിയമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉണ്ടോ ഈ ഫിഷൊക്കെ ഉണ്ടോ, ഇതിനെ നമുക്ക് ഫുൾ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഇത് വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒളിച്ചിരിക്കുകയാണ്. ഉണ്ടോ സൈഡിലൊക്കെ പോയിരിക്കുക. ഇത് ഇനി ഒരു ഹൈലൈറ്റഡ് ഐറ്റം ഉണ്ട്. സാധനം നമ്മൾ കുറച്ച് നേരം മെനക്കെട്ടിട്ടാണ് ഇതിനെ കിട്ടിയത്, ഞാൻ പൊങ്ങി വന്നത്. ഇപ്പോൾ നോക്കിക്കോ, സാധനം നമുക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കടലിൻ്റെ പാമ്പങ്ങണ്ടാന്ന് തോന്നുന്നു. പാമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കടൽച്ചേരിയോ കടൽ പാമ്പോ വല്ലതും ആയിരിക്കും തോന്നുന്നു. എന്ത് ഫിഷാണെന്നറിയില്ല, പേരറിയില്ല. എൻ്റെ സൈഡിൽ താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഉണ്ടോ സംഭവം അടിപൊളിയായിട്ടല്ലേ. സമയം കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ താഴത്തെ പേരെന്താണെന്ന് നോക്കാൻ പറ്റിയില്ല. നോക്കിയെടുത്ത് ഒരുപാട് സമയം കിട്ടത്തില്ല. പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, അത്യാവശ്യം സമയത്ത് നമ്മൾ കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് പോയി അങ്ങ് എടുത്തതാണ് വീഡിയോ. കാണാൻ വേണ്ടി കയറിയാണ്, അപ്പോൾ പിന്നെ വീഡിയോ കൂടെ എടുത്തു. ഇതൊക്കെ മറൈൻ ഫിഷാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അത്യാവശ്യം നല്ല രസമുണ്ട്, നല്ല കളറുണ്ട്. പക്ഷേ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കാണാത്തത്. ഇനി ഒരു ഷ്രിമ്പാണ്, നല്ല സൂപ്പറായിട്ടാണ്. കുറേ മെനക്കെട്ട് കേട്ടോ ഈ വീഡിയോ എടുക്കാനായിട്ട്. ഇവൻ അപ്പുറത്തെ സൈഡിലിരുന്നതാണ്, നൈസായിട്ട് എന്തായാലും ഭാഗ്യത്തിന് കയറി വന്നു, അങ്ങനെ എടുത്തതാണ് ഇത്. മാക്സിമം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് സംഭവം? നിങ്ങൾക്ക് ഏത് ഫിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആരായാലും. ഇതൊക്കെ നമ്മളെല്ലാം മറ്റേ മറൈൻ ടാങ്കിലൊക്കെ കാണുന്ന ഒരു ജീവിയില്ലേ, അതാണിത്. പിന്നെ ഒരു സാധനം ഉണ്ട്, ഞാൻ വിചാരിച്ചത് ചത്ത് കിടക്കുവാണോ, നല്ല ജീവനുണ്ട് അതിന്. അതിങ്ങനെ കിടപ്പുണ്ട്, അനങ്ങുന്നുണ്ട് ഇടയ്ക്ക്. ആണ്ടോ അനങ്ങുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു സൈഡിലുള്ളത്. പിന്നെ നമ്മുടെ ഇതിലേക്ക് പോകുന്നത് വെച്ചാൽ നമ്മുടെ സാധാരണ അക്വേറിയം ഫിഷസൊക്കെയാണ് ഇനിയുള്ളത്, അത് കാണാം. ഇനി നമ്മുടെ പാരറ്റ് ഫിഷ്, നല്ല സൂപ്പർ കേട്ടോ, നല്ല പക്ക ഷേപ്പിലൊരു പാരറ്റ് ഫിഷിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ക കളറും കാര്യങ്ങളും എല്ലാം. ഞാൻ ക്ലോസപ്പിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കുറേ ഒരുമിച്ചിങ്ങനെ കിടപ്പുണ്ട്, അതിനകത്ത് ഒരെണ്ണം സെപ്പറേറ്റ്, നല്ല ഭംഗിയാണ്, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ റെഡും അല്ല ഓറഞ്ചും യെല്ലോയും ആണ് അതിനകത്ത് കിടക്കുന്നത്. അതിനകത്ത് ഈ ഓറഞ്ച് ഒരെണ്ണമുണ്ട്, നല്ല ഷേപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല സൂപ്പർ ഫിഷാണ്. കാണിച്ചു തരാം. ഇതല്ല, അടുത്തുണ്ട്, ലാസ്റ്റാണ് ആ വീഡിയോയിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടോ സാധനം. എങ്ങനെയുണ്ട് സാധനം? പക്ക ഷേപ്പല്ലേ, അങ്ങനെയുണ്ട്, അടിപൊളി ഐറ്റം. കിടിലം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇനിയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഐറ്റംസിലേക്കൊക്കെ പോവുകയാണ്. ഇതാ കിടക്കുന്നത് ക്യാറ്റ് ഫിഷാണ്, പക്ഷേ അത് എനിക്കൊന്ന് ചത്ത് കിടക്കുന്നു. ചത്തിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ പറഞ്ഞ. ഈ സാധനം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതിൻ്റെ വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് അനങ്ങാതെ സൈഡ് കിടക്കുകയാണ്. എന്താ പിരാന ഫിഷ്. എങ്ങനെയുണ്ട് പിരാന? എങ്ങനെയുണ്ട്? പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അതിൻ്റെയൊക്കെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, പേരറിഞ്ഞില്ലാത്തതുകൊണ്ടാണ്. പേരൊക്കെ നോക്കി എഴുതാമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സൈഡിലെങ്ങും നോക്കി എടുക്കാനുള്ള സമയം കിട്ടിയില്ല. നോക്ക്, എങ്ങനെയുണ്ട് പിരാന? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ സാധനം നല്ല രസമുണ്ട്, ഈ ബ്ലാക്ക് കളറിൽ. അതിൻ്റെ പേര് മറന്നുപോയി. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ പക്ക ക്ലിയർ ആവാത്തത്. ഇത് പിരാന. ഇത് മൊത്തം ചിച്ചിൽഡ് വിഭാഗം കുറേ ഐറ്റം ഉണ്ട്, വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസിനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടേക്കുവാണ്. അതിനകത്ത് ഒരു പിരാന ഫിഷിനെ ഇട്ടിട്ടുണ്ട്, എന്താണോ എന്തോ നമുക്കറിയില്ല. കുറേ വെറൈറ്റീസ് ഉണ്ട്, എല്ലാ വെറൈറ്റി ചിച്ചിൽഡും ഇതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെയുണ്ട്, കുറേ വെറൈറ്റി സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടേക്കാണ്. നമ്മുടെ ആശാൻ എഴുന്നേറ്റിട്ടുണ്ട്. കിടിലം വ്യൂ അല്ലേ? ഇപ്പോൾ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, ലാസ്റ്റ് വരെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അങ്ങോട്ട് മനസ്സിലാകത്തുള്ളൂ. ആശാൻ എഴുന്നേറ്റുണ്ട്. എനിക്കൊന്ന് അതിന് വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ട്, അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ചെറിയ മോളീസിനെയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിന് കഴിക്കാനാണോ എന്തിനാണെന്ന് അറിയത്തില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് തരണം.
എന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, ഇടാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. അടുത്ത വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ പേരുണ്ട് ഗ്രീൻ വിച്ചർ, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും ബൈ.